നൊബേൽ വേണമെന്ന അതിയായ ആഗ്രഹത്തിൽ മുന്നോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ 7 യുദ്ധങ്ങൾ തീർത്തവനാണ്, ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്, അതുകൊണ്ട് തീർച്ചയായും നൊബേൽ വേണം. ട്രംപിന്റെ വിചിത്ര അവകാശവാദങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകം കേൾക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടാൽ സ്വന്തമാക്കാവുന്നതാണോ നൊബേൽ? എന്താകും ട്രംപിന്റെ നൊബേൽ ഭാവി? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചിട്ട് വർഷം കുറച്ചായി. പക്ഷേ അതിന്റെ തീവ്രത വർദ്ധിച്ചത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ടാണ്. 7 വലിയ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിന് പകരം സമാധാന നൊബേൽ നേടാൻ താൻ എന്തുകൊണ്ടും അർഹനാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇസ്രായേൽ ഇറാൻ, റുവാണ്ട കോങ്കോ, അമേരിക്ക അസർബൈജാൻ, തായ്ലൻഡ് കംബോഡിയ, ഇന്ത്യ പാകിസ്ഥാൻ, സെർബിയ കൊസോവോ, ഈജിപ്ത് എത്യോപ്യ എന്നീ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ട്രംപിന്റെ ഈ ആഗ്രഹം കണ്ടറിഞ്ഞിട്ടാണ് പല ലോകരാജ്യങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം തങ്ങളുടേതായ മുൻഗണനകളുമുണ്ട്. ചിലർക്ക് രാജ്യങ്ങളുടെ മേൽ ചുമത്തുന്ന അമേരിക്കൻ തീരുവകൾ ഒഴിവാക്കണം. മറ്റു ചിലർക്കാകട്ടെ ട്രംപിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ പരിഹരിക്കണം. ആഗോള സമാധാനത്തിന്റെ ദൂതനായി തന്നെ വാഴ്ത്തണമെന്ന ട്രംപിന്റെ തീവ്രമായ ആഗ്രഹത്തെ നടത്തിക്കൊടുക്കാനാണ് അവരുടെ ശ്രമങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന കാരണം പറഞ്ഞാണ് പാകിസ്ഥാൻ ട്രംപിന്റെ പേര് സമാധാന നൊബേലിന് നോമിനേറ്റ് ചെയ്തത്. എന്നാൽ ട്രംപിന്റെ ഈ ആവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, എല്ലാ അവകാശവാദങ്ങളും പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു. ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിച്ചിട്ടില്ല എന്നും ഇന്ത്യ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. റഷ്യൻ ഇന്ധനത്തിന് US ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്താനും വ്യാപാര യുദ്ധം രൂക്ഷമാകാനും ഇത് കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നിട്ടും ട്രംപ് തന്റെ അവകാശവാദം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ പാക് യുദ്ധം തടഞ്ഞതിന്റെ പേരിൽ തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വാദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ജൂലൈ 9 ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകളെ അഭിനന്ദിച്ച് അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിനിയാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും രംഗത്തെത്തിയിരുന്നു. ട്രംപ് നൊബേൽ സമ്മാനം അർഹിക്കുന്നുണ്ടെന്ന് ഇരുവരും പ്രസ്താവിക്കുകയും നൊബേൽ കമ്മിറ്റിക്ക് സംയുക്തമായി അപ്പീൽ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവർക്ക് പുറമെ ഇസ്രായേൽ, കംബോഡിയ എന്നീ രാജ്യങ്ങൾ നേരത്തെ തന്നെ സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. സമാധാനത്തിനായി ട്രംപ് ചെയ്ത കാര്യങ്ങൾ നൊബേൽ സമ്മാനത്തിന് അർഹമാണെന്നാണ് ഈ രാജ്യങ്ങളുടെ വാദം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി രാഷ്ട്രീയ താൽപര്യങ്ങളെ പോലും ദുരുപയോഗം ചെയ്യുന്ന പുതിയൊരു നീക്കത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. ആഗോള സഹകരണത്തെയും നയതന്ത്ര മര്യാദകളെയും നിരന്തരം ദുർബലപ്പെടുത്തിയ ഒരു ഭരണാധികാരി യഥാർത്ഥ സമാധാനത്തിന് പ്രതീകമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ പുരസ്കാരത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ട്രംപിന്റെ മുൻകാല നയങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഈ ആവശ്യത്തിനു പിന്നിൽ നയതന്ത്രപരമായ നേട്ടങ്ങൾക്കായുള്ള തന്ത്രപരമായ നീക്കങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പിന്തുണ നേടാനും രാജ്യാന്തര തലത്തിൽ തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനുമുള്ള തന്ത്രപരമായ നീക്കങ്ങളാകാം ഇത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഈ രാജ്യങ്ങൾ നിലവിൽ നേരിടുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ അവരുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇറാനിൽ യുദ്ധകാഹളം മുഴക്കിയതും റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈന് ആയുധവും ധനവും നൽകിയതും ട്രംപ് തന്നെയാണ്. യുക്രൈനിലെ റഷ്യയുടെ 3.5 വർഷം പഴക്കമുള്ള യുദ്ധമോ ഗാസയിലെ ഹമാസുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷമോ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ ദൂതനായി വാഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴും ട്രംപിന്റെ തർക്കഭൂമികളിലെ കരാറുകളും വിശകലനം ചെയ്യുമ്പോൾ പല കരാറുകൾക്കും ദീർഘാടിസ്ഥാനത്തിൽ നിലനിൽപ്പില്ല. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നത് സായുധ സംഘർഷം കുറയ്ക്കുന്നതിനും മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുരഞ്ജനം വളർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായാണെന്നും മറന്നുപോകരുത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒരു വലിയ അംഗീകാരമാണ്. അത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ
ആത്മാർത്ഥമായി പരിശ്രമിച്ചവർക്ക് ലഭിക്കേണ്ടതാണ്. ട്രംപിന്റെ നയങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനത്തിന് എത്രത്തോളം സംഭാവന നൽകിയിട്ടുണ്ട് എന്നത് നിഷ്പക്ഷമായി വിലയിരുത്തേണ്ട ഒന്നാണ്. അടുത്ത മാസം 11-ന് ലോകം കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ട്രംപ് കാത്തിരിക്കുന്ന നൊബേൽ പ്രഖ്യാപനമാണ്. കാത്തിരിക്കാം.